കട്ടുണ്ടാക്കിയ കാശല്ല, മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഈ കള്ളന്മാരെ വീട്ടിൽ പോയിട്ട് മറന്നു കിടക്കുക അവർ വീട്ടിന് മുമ്പില്. അതിന് മുമ്പിൽ കൂടെ അവർ ചവിട്ടി കയറട്ടാണ് ആൾക്കാര്. ഞാൻ എത്ര തവണ മിനിയാന്ന് ഞാൻ കയറി. ലാസ്റ്റ് ഞാൻ അവിടുന്ന് പറഞ്ഞത് ആ ഉക്കിൽ ഞാൻ തൂങ്ങുമെന്ന്. അത്രയും പ്രയാസത്തിലാ. എങ്കിൽ മരണം മാത്രം. കുഞ്ഞാലിക്കുട്ടീനെ പോയി കണ്ടു, KPA മജീദിനെ പോയി കണ്ടു. 2-3 തവണ, 3-ാമത്തെ തവണയാണ് അവരും ചോദിക്കുന്നത് അവളോട് ആരെ അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞത്. ഇവര് ഈ കസാലയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്? സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമല്ലേ. ഇവർക്കൊക്കെ എന്താ അന്തസ്സുള്ളത്? ഞങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും മേലെ. MLA വരെ പറഞ്ഞ് ആരങ്ങനത്തെ ബാങ്കിലൊക്കെ നിങ്ങളോട് നിക്ഷേപിക്കാൻ പറഞ്ഞത്. ഒരു വീട് വിറ്റ പൈസയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇപ്പൊ വീടില്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഗുരുവായൂരാണ് താമസിക്കുന്നത്. മാസം 6000 രൂപ കൊടുക്കണം. അപ്പം അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്. അതൊക്കെ പൈസ ഇല്ല, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അവർ എഴുതി തന്നു ഒക്കെ അങ്ങനെ പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട്. ഈ വയസ്സെപ്പോഴാണ് എനിക്കിങ്ങനെ നടക്കാൻ വയ്യാന്ന്. കാലിന് പൊട്ടായിട്ട് കാലിന് കമ്പിയാണ്, വടിത്തി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്ത് എവിടെ പോവാനാ? മക്കളെ ഭർത്താവ് ആരുമില്ല. ഭർത്താവസ്ഥ ഒന്നുമില്ല, ഒന്നും ഉണ്ടൂല. 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. 2-3 കൊല്ലമായി ഞാൻ ഇവിടെ ഇട്ടിട്ട്. ഒരിടത്ത് ഒരു ആശയവുമില്ല. ഞാൻ വരും 2 ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. അതിനോട് ഈ റോഡ് ഇങ്ങനെ ആയപ്പോൾ വിലങ്ങടിച്ച് പോരാൻ പറ്റില്ല. വണ്ടി വിളിച്ച് പോരണമെങ്കിൽ എപ്പോഴും വരാൻ പൈസൻ്റെ അതല്ല നമുക്ക്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും വരും. ഞാൻ ഇവിടെ ഇങ്ങനെ കയറുന്നതാണ് ഇങ്ങോട്ട് ശ്വാസം മുത്തിക്കൊണ്ടാണ്. ഇവര് മുണ്ടേനല്ല, പോണമില്ല. ദിവസം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വരേണ്ടത്? ഒന്നുമില്ല. എല്ലാ പറച്ചിലാണ്ടും ഉണ്ട്. വെറുതെ മുണ്ടാട്ടം തന്നെ ഇല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർഡായിട്ട് കിട്ടിയ പൈസ അതേപോലെ ഇതിലിട്ടാണ്. പിന്നെ മകളെ വിവാഹമൊക്കെ സമയത്ത് ബാക്കി വന്ന കുറച്ച് 10-12 ലക്ഷം പൈസ ഇവിടെ ഇട്ടാൽ. പിന്നെ എൻ്റെ അച്ഛനുള്ള കാലത്ത് തന്നെ ഈ ബാങ്കുമായിട്ടല്ല ബന്ധമായിരുന്നു. 10-100 വർഷം പഴക്കമുള്ള ഒരു ബാങ്കാണല്ലോ. അപ്പോൾ അച്ഛൻ ഇവിടെ വില്ലേജ് ഓഫീസറായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കാലത്ത് അച്ഛൻ റിട്ടയർഡ് ആയിട്ടുള്ള പൈസയും ഈ ബാങ്കിലാണ് ഇട്ടിരുന്നത്. പിന്നെ ഞങ്ങളെ പരിചയത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും അതുപോലെ എൻ്റെ ചേച്ചീൻ്റെ മകളെ അവരെ ചേച്ചീൻ്റെ പൈസയും എല്ലാവരും പൈസയും ഈ ബാങ്കിൽ തന്നെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ബാങ്ക് പലരും പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അവർ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, ബാങ്കിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അവിടെ നമ്മൾ പഴയ പരിചയത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടു, വിശ്വാസത്തിൻ്റെ പേരിൽ. അവസാനം വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾക്ക് പലിശയില്ല, പണവുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ സമരം ചെയ്യുന്നവരൊരു കുറ്റക്കാരന്മാരിയാണ് ഇപ്പോൾ. അവർ നിങ്ങളോട് ആലോചിച്ചപ്പോൾ പുറമേയുള്ള ആളുകളോട് പറയുമ്പോൾ MLA പോയി പറഞ്ഞപ്പോൾ MLA വരെ പറഞ്ഞ് ആരങ്ങനത്തെ ബാങ്കിലൊക്കെ നിങ്ങളോട് നിക്ഷേപിക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടുത്തെ MLA ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ആരുമില്ല. അപ്പോൾ ഈ ഭരണസമിതി ആരും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഇതുവരെ എടുക്കുന്നില്ല. നമ്മൾ പല പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പിന്നെ എല്ലാവർക്കും ഇവിടെ കംപ്ലൈൻറ്റുകൾ. സമരസമിതി നല്ല സജീവമായിട്ട് എല്ലാ പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ഒരു വേണ്ടത്ര ചലനം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ വളരെ സങ്കടത്തിലാണ്. എന്താ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുക? ആരും മോശം രീതിയിൽ അവനാണ് അധ്വാനിച്ച് ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയ പൈസ. എനിക്കിവിടെ ഒരു 6-7 ഉറുപ്പ്യൻ്റെ അടുത്തുണ്ട്. എനിക്കും ഭാര്യ രാജേശ്വരീൻ്റെ പേരിലൂടെ 7 ഉറുപ്പ്യ ഡിപ്പോസിറ്റ് ഉണ്ട്. മകൻ്റെ പേരിൽ ഒരു 10-17 ഉറുപ്പ്യ ഉണ്ട്. 17 ലക്ഷത്തോളം ഉണ്ട്. രഞ്ജിത്ത് ഇതുവരെ എന്നും കയറി ഇറങ്ങും എന്നല്ലാതെ ഒരു 10 പൈസ ഇട്ടിൻ്റെ 1.5 കൊല്ലത്തോളമായി ഇപ്പം കിട്ടിയിട്ട് പൈസ. എന്താ ചെയ്യണം? ജീവിക്കാൻ ഒരു ഇതില്ലാത്ത ഞാൻ സ്റ്റീൽ കമ്പനിയിലായിരുന്നു ജോലി. അത് കിട്ടിയ പൈസയാണ് ഇവിടെ കൊണ്ടിട്ട്. പൂക്കിപ്പറമ്പ് ബാങ്കിൽ ഭാര്യേൻ്റെ പേരിലുണ്ട്, എൻ്റെ പേരിൽ കോഴിച്ചന ബാങ്കിലുണ്ട്. പോയി ഇറങ്ങിയിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല. ഓരോ മാസം കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിരുന്നു. ഇപ്പം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി അറിയാത്ത രൂപത്തിലായിരിക്കും. എനിക്കൊരു കച്ചവടം ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ RD ഏജൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് പൈസ ഇട്ടതാണ് അവിടെ. അപ്പോൾ മാസം കൊല്ലം കിട്ടും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോഴാണ് ഇപ്പോൾ അവിടെ പൈസ ഇല്ല എന്ന് അറിയണത്, 2023. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഫണ്ടില്ല, ഫണ്ട് വന്നാൽ തരും എന്നാണ്. നമ്മളിങ്ങനെ കച്ചവടം നടത്തി കിട്ടിയ പൈസ ഇങ്ങനെ ചെറിയൊരു എമൗണ്ടായിട്ട് ഇടുന്ന പൈസയാണ്. അങ്ങനെ ഇട്ടതാണ് അവിടെ. ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറിനെ കണ്ടു, സമദാനി സാറിനെ കണ്ടു, പാണക്കാട് തങ്ങളെ കണ്ടുപോയിട്ട്, പിന്നെ മജീദ് സാറിനെ പോയി കണ്ടു. ഇവരൊക്കെ പറയുമ്പോൾ വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കിട്ടുമെന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഇവരൊക്കെ പോയി കണ്ടതാണ്.
പക്ഷെ പൈസ കിട്ടണില്ല. പല സമയത്തായിട്ട് RD ചേർന്ന പൈസയും എല്ലാം കൂടി കുറച്ച് പോയി. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം ആനുകൂല്യങ്ങളൊക്കെ കുറച്ച് പൈസ കൊണ്ടിട്ട് അതൊക്കെ ഇപ്പോൾ അവിടെ കിട്ടാത്തൊരവസ്ഥയാണ്. കുറേയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. 1-2 കൊല്ലമായിട്ട് കേസൊക്കെ കൊടുത്തു. 1.5 കൊല്ലത്തിൽ മേലെയായി കേസ് കൊടുത്തു. പല നേതാക്കന്മാരെ കണ്ടു. കുഞ്ഞാലിറ്റി സാഹിബിൻ്റെ അടുത്ത് പോയി ശരിയാവും എന്ന് പറയും. അങ്ങനെ മജീദ് സാറിൻ്റെ അടുത്ത് പോയി, KP മജീദിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് അന്നൊരു ദിവസം ചോദിച്ച്. ഇവിടെ കോട്ടക്കൽ ഹൈസ്കൂളിൽ വന്നപ്പോഴാണ് ഞങ്ങൾ പോയി കണ്ട്. ഞങ്ങൾ ഹരിദാസൻ മാഷ് ഞങ്ങളെല്ലാവരും കൂടി ആണ് പോയി കണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് കൊണ്ടിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത് പോയി അവരൊന്നും മറിച്ചൊന്നൊരു പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് യാതൊരു സാഹചര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് 10-60 വയസ്സ് കഴിഞ്ഞ് എനിക്കും കഴിഞ്ഞു. റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. കൊടക്കൽ ബ്രാഞ്ചിലാണ് ഞാൻ ഇടപാട് നടത്തിയിരുന്നത്. അന്ന് കച്ചവടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കാശ് കുറേ ഇങ്ങനെ ബാങ്കിൽ അടച്ചായിരുന്നു. ബാങ്കിൽ നിന്ന് പിന്നെ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ബാങ്കിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോഴാണ് കാശൊന്നുമില്ല. ഇനി എനിക്കൊന്നേ ഉള്ളൂ, ഞാൻ അതിന്റെ പേരിൽ മരണപ്പെട്ടാൽ ഈ ബാങ്കിൽ ആരൊക്കെ ഇരുന്നോ അവരാണ് അതിന്റെ ഉത്തരവാദി. ഇപ്പോഴുള്ള സെക്രട്ടറിയും അവിടെ മുൻകഴിഞ്ഞ് പൊട്ടിപ്പോയ കള്ളമാരും അവരാണ് അതിന്റെ ഉത്തരവാദിത്വം മാത്രം ഞാൻ പ്രത്യേകിച്ചു. ഒരു ലാഭമായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊടക്കലിങ്ങനെ ബാങ്കിൽ ഇടാം എന്നിട്ട് അറിഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊടക്കല്ലെങ്കിൽ നന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തെന്നല ബാങ്ക് കൊടക്കലിലെ ബ്രാഞ്ചിലാണ് ഇട്ടത്. പക്ഷെ യാതൊരു കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ എടുക്കാന്ന് പിന്നെ ലാസ്റ്റിൽ കുറച്ച് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ നിങ്ങൾ ഇപ്പൊ തന്നെ എടുക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം തീരെ ഇല്ലാതെയായി. ഇപ്പോഴാണ് പിന്നെയാണ് അതിൽ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട്